നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അളഗപ്പ നഗറിൽ സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന വേലുപ്പാടം സ്വദേശി മരിച്ചു. കിണർ കരിയത്താൻ വീട്ടിൽ വേലായുധന്റെ മകൻ അഭിജിത്താണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയിലാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി കല്ലൂർ പാടം വഴിയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് അളഗപ്പ പാർക്കിന്റെ കമ്പിവേലിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അംബികയാണ് അമ്മ. സഹോദരൻ ആഷിഖ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ലഹരി വസ്തുക്കളുമായി 6 പേരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പുതുക്കാട് വരന്തരപ്പള്ളി സ്വദേശികളടക്കം പിടിയിലായി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽക്കാൻ 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശിയായ സന്തോഷാണ് ആളൂർ പോലീസിന്റെ പിടിയിലായത്. ജൂൺ 1 വൈകിട്ട് ആളൂർ ഉറോത്തും പീടിക ജംഗ്ഷനിലുള്ള മുറുക്കാൻ കടയിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസിന്റെ 911 പാക്കറ്റുകളാണ് ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി വരന്തരപ്പള്ളി പുളിഞ്ചോട് തുപ്രത്ത് വീട്ടിൽ വിഷ്ണുവാണ് പിടിയിലായത്. ജൂൺ 1 വൈകിട്ട് ആമ്പല്ലൂർ കൈതക്കുളത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കഞ്ചാവുമായി പിടിയിലാകുന്നത്. വിഷ്ണു വരന്തരപ്പള്ളി, നെടുപുഴ, പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി ചെങ്ങാലൂർ ശാന്തിനഗർ സ്വദേശി ചീരക്കാടൻ വീട്ടിൽ അനീഷാണ് പിടിയിലായത്. ജൂൺ 1 ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കഞ്ചാവുമായി പിടികൂടിയത്. ചാലക്കുടിയിൽ മുരിങ്ങൂർ തെക്കുമുറി അട്ടപ്പാടം പറമ്പിൽ വീട്ടിൽ വിനായക, മുരിങ്ങൂർ തെക്കുമുറി കൊരട്ടി പാലപ്പറമ്പിൽ വീട്ടിൽ ഡിക്സൺ ജോയ്, കുറ്റിച്ചിറ വീരാഞ്ചിറയിലെ കള്ളിക്കാടൻ വീട്ടിൽ അഭിജിത്ത് എന്നിവരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രതികൾക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചാലക്കുടിയിൽ വയോധികയെ ആക്രമിച്ച് വള കവർന്ന ധനകാര്യ സ്ഥാപനത്തിലെ ലോൺ അപ്രൂവൽ ഓഫീസർ പിടിയിൽ. പുലർച്ചെ പള്ളിയിലേക്ക് നടന്നുപോയ വയോധികയെ വഴിയിൽ ഒളിഞ്ഞു നിന്ന് ആക്രമിച്ച് ബോധം കെടുത്തിയ ശേഷം 3 പവന്റെ സ്വർണ്ണവളകൾ കവർന്ന കേസിൽ പ്രതിയെയാണ് ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കണ്ണൂർ തലശ്ശേരി തിരുവങ്കാട് ഗീതം നിവാസിൽ റോഷൻ ആണ് അറസ്റ്റിലായത്. കണ്ണൂരിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഓൺലൈൻ ലോൺ അപ്രൂവൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഇയാൾ ആർഭാട ജീവിതം നയിക്കാനാണ് ഈ കൊള്ള നടത്തിയത്. കഴിഞ്ഞ 3 വർഷമായി പോട്ട വാഴക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ. കഴിഞ്ഞ മെയ് 30 പുലർച്ചെ 5:25 നാടിനെ നടുക്കിയ സംഭവം. വാഴക്കുന്ന് സ്വദേശിയായ വയോധിക വീട്ടിൽ നിന്നും പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിലേക്ക് ഉറുമ്പൻകുന്ന് എഡ്ഡി കറന്റ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. വാഴക്കുന്ന് എത്തുന്നതിന് തൊട്ടു മുൻപുള്ള വിജനമായ സ്ഥലത്ത് വെച്ച് കൈകളിൽ ഗ്ലൗസ് ധരിച്ചെത്തിയ റോഷൻ വയോധികയെ പിന്നിലൂടെ ആക്രമിച്ച് മുഖം പൊത്തിപ്പിടിച്ച് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ വെച്ച് മുഖത്തടിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് കയ്യിലുണ്ടായിരുന്ന 1 പവൻ വീതമുള്ള 3 സ്വർണ്ണവളകൾ കവർന്നത്. ആർഭാട ജീവിതം മൂലമുണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കൃത്യം ചെയ്തതെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. പുലർക്കാല നടത്തക്കാരനെന്ന വ്യാജേന സഞ്ചരിച്ചാണ് ഇയാൾ ഇരയെ കണ്ടെത്തിയത്. ആക്രമണത്തിനിരയായ സ്ത്രീ നൽകിയ സൂചനകളാണ് കേസിൽ നിർണായകമായത്. അക്രമി വ്യായാമം ചെയ്യുന്നവർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്ന് വയോധിക പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണ സംഘം പ്രദേശത്ത് പുലർച്ചെ നടക്കാനിറങ്ങുന്ന 70ഓളം പേരുടെ ശാരീരിക പ്രത്യേകതകളും വസ്ത്രധാരണ രീതിയും രഹസ്യമായി നിരീക്ഷിച്ചു. ഇതിലൂടെയാണ് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ വലയിലാക്കുകയായിരുന്നു. ചാലക്കുടി ഡിവൈഎസ്പി KP ബെന്നി, ഇൻസ്പെക്ടർ T ശശികുമാർ, പ്രൊബേഷൻ SI വൈശാഖ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, VU സിൽജോ, AU റെജി, MJ ബിനു, EA ശ്രീജിത്ത്, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ CK ഷനൂഹ്, CR സനൂപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ.
കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.